ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നോമ്പറിയാണ് കേട്ടോ. നോമ്പറ് മാത്രമല്ല, അവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് തലേ ദിവസത്തെ ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോയും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാണ്ട് ഒരു കേക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ അവർ നല്ല സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കേക്ക് വാങ്ങിയതൊന്നും കേട്ടോ. പിന്നെ ഇതാ ഉമ്മ അഞ്ചാമത്തെ ഉമ്മാനോട് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കാൻ വിചാരിച്ചിട്ടോ. കാരണം സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. കാരണം നോമ്പൊക്കെ അല്ലേ, പെട്ടെന്ന് എല്ലാവർക്കും കിടന്നുറങ്ങണമല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി കേക്ക് കട്ട് ചെയ്തു. അപ്പം പൊന്നൂനും മോനൂനും രണ്ടുപേർക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ. അപ്പം പിന്നെ അവർ 4 പേരും കൂടിയിട്ട് കട്ട് ചെയ്തു. പിന്നെ ഇച്ചു അപ്പം കേക്ക് കഴിച്ചില്ല കേട്ടോ. പിന്നെ ഓനിക്ക് എന്താക്കി പാത്രത്തിൽ കേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിട്ടോ. പിന്നെ ഇതിപ്പം നോമ്പറേൻ്റെ അന്നത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ രാവിലെ 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മോനൂസ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ ചെന്നും അതുപോലെ തന്നെ ഉമ്മയൊക്കെ ഇതാ സവാളയും കാര്യങ്ങളൊക്കെ അരിയാണ് കേട്ടോ. നമ്മളെ സമൂസക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സമൂസൻ്റെ ഇറച്ചിയൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫോക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോക്കിലാണ് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇതാക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ തീരട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഫോക്കൊക്കെ എടുത്ത് കൈ പിടിച്ചതായിരുന്നു. പിന്നെ ചെന്നു സമൂസൊക്കെ ഉള്ളത് സവാള അരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ചെയ്യുന്ന കണ്ടപ്പം പകുതിയായപ്പോൾ ഇതാ ഉമ്മയും കൂടി എൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ തമാശയും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരുണ്ടാകുമ്പം പണികളൊക്കെ പെട്ടെന്ന് തീരും ചെയ്യും, നമുക്ക് സമയം പോകുന്നത് അറിയേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉച്ചവരെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മാഗി ക്യൂബും അതുപോലെ തന്നെ മന്തി മസാലയും പിന്നെ ചെറുനാരങ്ങ നീരും കോൺഫ്ലവറും കളറൊക്കെ ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ അപ്ലൈ എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ആൾക്കാരെണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്താക്കി 1 കിലോ ചിക്കനും കൂടി നമുക്ക് വാങ്ങണം. അപ്പം പിന്നെ അത് ഉമ്മാനോട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ മസാല വരക്കി വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇച്ചുവിനെ അജനൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവർ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എന്താക്കി ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും അവിടുത്തെ മിക്സി നാശമായി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് അരി അരച്ചപ്പോഴത്തേക്ക് മിക്സി ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓണാവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ചെന്നു അതൊക്കെ ഒന്ന് വാങ്ങി. പിന്നെ അപ്പോഴേക്കും പിന്നെ ഇച്ചു എണീറ്റുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ എന്താക്കി ഇച്ചുവിനും അതുപോലെ തന്നെ അതൊക്കെ ഫുഡൊക്കെ കൊടുത്തു. ഡ്രസ്സൊക്കെ മാറ്റിച്ച് പിന്നെ താഴേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഉമ്മ താഴെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് ആളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താക്കി മക്കളൊക്കെ കൂട്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ മോനൂസ് സ്കൂളിലേക്കും പോയതുകൊണ്ട് വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഞാൻ എത്തിയപ്പോഴത്തേക്കും ചൊറപ്പത്തിരിക്കുള്ള മസാലയും അതുപോലെ തന്നെ സമൂസക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇറച്ചിക്കറി, പത്തിരിക്കുള്ള ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചിയും കൂടി കുക്കറിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ രാവിലെ തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ ചെറുപ്പത്തിരിക്കുള്ള അരി അരച്ചതായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ശേഷം നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഈ ഒരു ദിവസം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴയും ആയിരിക്കുമല്ലോ. അപ്പം പിന്നെ പണികളൊക്കെ നേരത്തെ തീർക്കാൻ വിചാരിച്ചു. പിന്നെ എന്താ രണ്ടാമത് ചിക്കൻ ആഡ് ചെയ്തപ്പം കളറ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. പിന്നെ കളർ ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താക്കി കുറച്ചും കൂടി കളർ ഇട്ടിട്ട് ഞാൻ മണ്ണൊന്ന് ഇളക്കാൻ പറയുന്നു കേട്ടോ. പിന്നെ അവിടെ ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ തീർത്ത് നമുക്കൊരു സമാധാനമാണല്ലോ. പിന്നെ എല്ലാവരും കൂടി വരുമ്പം ഒരു ഹറിബറി ആകും ചെയ്യൂല. പണികളൊക്കെ ഒരുക്കി വെച്ചാൽ പിന്നെ ഫ്രൈയിങ്ങും അതുപോലെ തന്നെ പത്തിരി ചുടലും മാത്രം വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി അഞ്ചാമത്തെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഫോൺ എടുത്തിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറയുന്നു കേട്ടോ. കാരണം ഞാൻ എടുക്കുന്ന പല വീഡിയോസിലും ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ ആയിട്ട് എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കലുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ക്യാമറ കൊടുത്തതിരുന്നു. അപ്പം ഉമ്മ അത്യാവശ്യം നല്ലോണം തന്നെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സമൂസകളൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു 50 ആൾക്കാരെങ്കിലും ഉണ്ടാവും കേട്ടോ ഈ ഒരു പരിപാടിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ പത്തിരിയും കൂടിയും നമ്മൾ പരത്തി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രസ്സിലാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. അപ്പം കുറച്ച് പത്തിരിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസിലും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പലാക്കാൻ്റെ പെണ്ണുങ്ങളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്തയും കൂടി ഉണ്ടായിരുന്നു നമ്മളെ സഹായിക്കാൻ. അങ്ങനെ പിന്നെ ഞാനും മൂത്തച്ചൊക്കെ കൂടിയിട്ട് പത്തിരി ഒരാൾ പ്രസ്സിലതാക്കലും ഒരാൾ പൊടിയിലിട്ട് കുഴക്കലിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ പഴംപൊരിക്കുള്ള മാവും കൂടിയും കുഴച്ച് വെച്ചു കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹറിബറി ആവണ്ടല്ലോ, ബേജാറാവണ്ടല്ലോ വിചാരിച്ചിട്ടോ. കാരണം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, തെകിയോ എന്നുള്ളതുണ്ട്. അതെന്തായാലും ഉണ്ടാകും. കാരണം നമ്മൾ വലിയൊരു പരിപാടി വെക്കുമ്പോൾ നമുക്ക് എന്തായാലും ബേജാറായിരിക്കുമല്ലോ. അവർ ബേജാറുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇച്ചുവിന് വെള്ളം കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം ഇന്നും തീരെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മ ഇവിടെ ചൊറപ്പത്തിരി ചുടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കടികളാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ എന്താക്കുക കണ്ടു നോക്കുക. അല്ലെങ്കിൽ വേറൊരു വീഡിയോ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ തയ്ച്ചു പൊന്നുമൊക്കെ കൂടിയിട്ട് ബെഡ് വലിച്ചിട്ടിട്ട് ഹാളിൽ കൊണ്ടുവന്നിട്ട് കിടക്കുകയാണ് കേട്ടോ 2 പേരും. പിന്നെ എസ അതിൽ കൂടിയും കളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇനി എസനെയും മിച്ചുവിനെയൊക്കെ കുളിപ്പിക്കണം കേട്ടോ. അപ്പം ഞാനിനി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ തരിക്കഞ്ഞും കൂടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. കാരണം കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ടതാണ്, ചൂടാറൂലല്ലേ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയാൽ. അപ്പം പിന്നെ എന്താക്കി 1 മണി കഴിഞ്ഞപ്പം തന്നെ അത് ഉണ്ടാക്കി. പിന്നെ ചൊറപ്പത്തിരും 2-3 സെറ്റാക്കിയും കഴിഞ്ഞു കേട്ടോ. ഇനി ലാസ്റ്റത്തെ ഒരു ബാച്ചും കൂടിയുള്ളൂ. അങ്ങനെ പിന്നെ എന്താക്കി ഞാൻ ഇച്ചുവിനെ എസനൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ വീട്ടിലെത്തി
എത്തി മക്കളെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ തിരുമ്പുന്ന സമയത്തൊക്കെ പെരും മഴയായിരുന്നു. പിന്നെ ഞാനെന്ന് വിചാരിച്ചു എന്തായാലും കുളിക്കേണ്ടതല്ലേ ചോദിച്ചിട്ട് ഞാൻ അലക്കാനൊക്കെ നിന്നു കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അകത്തേക്കൊക്കെ നല്ലോണം വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറണ്ടും ഇല്ലായിരുന്നു. പിന്നെ ഫോൺ ഞാൻ വന്നാടെ തന്നെ കുത്തി വെച്ചോണ്ട് എൻ്റെ ചാർജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുത്തച്ഛൻ്റെ ഫോണിലൊന്നും തീരെ ചാർജ് ഉണ്ടായില്ല. അവരുടെയൊക്കെ 20% 40% എത്തിയിരുന്നു കേട്ടോ എൻ്റെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അകത്തേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. അതിനുകൊണ്ട് ഞാൻ ആ മഴേൻ്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മഴ കുറഞ്ഞൊരു 4 മണിയാകാൻ നേരത്തേന്നു കേട്ടോ ഇറങ്ങിയത്. നമ്മളെ പണികളൊക്കെ നമ്മൾ രാവിലെ തന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് തന്നെ എല്ലാം തീർത്തുകൊണ്ട് നമുക്ക് അധികം പേടിക്കാനില്ലേന്നു കേട്ടോ. പിന്നെ ഒരു ജ്യൂസ് അടി മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ നോമ്പറക്കാൻ നേരത്തേന്നു കേട്ടോ അടിച്ചത്. പിന്നെ ഇതാ സച്ചു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുത്തു വന്നപ്പോൾ ഞാൻ മുത്തുവിൻ്റെ ഒപ്പം കുടയിൽ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവരെത്തിയപ്പോഴും 3:30 ആയിട്ടുണ്ട് കേട്ടോ. കാരണം മഴ കാരണം. പിന്നെ സാജിക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയായപ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയപ്പം ഇവിടെ എണ്ണക്കടികൾ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എണ്ണക്കടികളും പൊരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്തിരി താത്താനുമ്മ പത്തിരി ഇതാക്കുന്നുണ്ട്. പിന്നെ മൂത്ത താത്ത മന്തിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആള് മന്തി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞാൽ നമ്മൾ മസാലയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ മാത്രമല്ല ക്യാപ്സിക്കും അതുപോലെ തന്നെ മാഗി ക്യൂബൊക്കെ ആവശ്യമായിരുന്നു കേട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എക്സ്ട്രാ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയല്ലോ. അപ്പം പിന്നെ അതൊക്കെ കൊണ്ടുവരണമായിരുന്നു. അപ്പം പിന്നെ സാജിക്ക ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നു കേട്ടോ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താത്തിയായിരുന്നു കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഇതാക്കി. പിന്നെ അതെല്ലാവരും നല്ല പണീൻ്റെ തിരക്കിലാണ്. കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ പുറത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മന്തിക്ക് അരി വേവിക്കാനൊക്കെ. പിന്നെ ഇതാ കറണ്ട് വരൂലേ എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ നമ്മൾ. കാരണം കറണ്ട് വന്നിട്ടില്ലെങ്കിൽ എസൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ മാങ്കോ പൾപ്പും കൊണ്ടും ഒക്കെ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങും ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ സമൂസയും പഴംപൊരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാളുടെ അതൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. സമൂസേൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പം പഴംപൊരീൻ്റെ കഴിഞ്ഞു. പിന്നെ ഇപ്പം സമൂസയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എണ്ണക്കടി ആയിട്ട് ഇത് രണ്ടും പിന്നെ ചൊറപ്പത്തിരിയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ മന്തിക്ക് ഇനിയിപ്പം അരിയും കൂടിയും വേവിക്കാനുള്ളൂ കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു. പിന്നെ അതാ പത്തിരിക്കുള്ള തേങ്ങ അരച്ച കറിയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും വൈകുന്നേരം ആകുമ്പം എപ്പോഴും നോമ്പ് തുറക്കാൻ ഒരു ഹറിബറി ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ മേലേന്ന് ഇപ്പം നമ്മളെ പായും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഹാളിൽ ഇരിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പായ എടുത്തിട്ട് മക്കളെല്ലാവരും കൂടി കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് വന്ന് ഇരിക്കുകയായിരുന്നു. കാരണം കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ വാതിലും ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ മഴ ഒന്നും ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ വിളിച്ചിട്ട് അവിടെയൊക്കെ പെരും മഴയെന്ന് കേട്ടോ. കാറ്റും മഴയാന്ന് പറഞ്ഞു. അപ്പം വണ്ടിയും കൊണ്ടൊന്നും വരുത്ത് നടക്കില്ല എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വരാണ്. കാരണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം 5:30 ആയപ്പോൾ തന്നെ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിൽ നിന്നിട്ടോ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറേ അധികം സമൂസയും ചെറുപ്പത്തിനും പഴംപൊരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇതിൽ നിന്നൊക്കെ ഇനി കുറച്ചും കൂടി ആക്കിയിട്ട് ഒരു 8 പ്ലേറ്റും കൂടിയും എക്സ്ട്രാ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. കാരണം നമ്മളെല്ലാവരും കൂടി ആകുമ്പം സെറ്റ് ചെയ്ത് പായിലും അതുപോലെ തന്നെ ടേബിളിലൊക്കെ വെക്കുമ്പോൾ തികയൂലല്ലോ. അപ്പം പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ട് ഒരു 8 കൂടിയും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:45 കണ്ടു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിനൂനും ഉമ്മാനൊക്കെ ഇട്ട് എസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അഥവാ നമ്മൾ 6 മണി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. 6:15 വരെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതുവരെ വെയിറ്റ് ചെയ്തു. എന്താ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പെണ്ണുമ്പോൾ താത്തി മളേനെ മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ ഇവിടെ ഹാളിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ പെണ്ണുമ്പോൾ താത്ത എത്തിയപാടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാളിയനും മക്കളൊക്കെ പുറത്തിരിക്കുകയാണ്. നമ്മൾ കറണ്ട് വരാനുള്ള ഇതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പം തരിക്കഞ്ഞിയും അതുപോലെ തന്നെ ചായയും ജ്യൂസും കൂടി ആട്ടോ ഒഴിക്കാനുള്ളൂ. അപ്പം ജ്യൂസ് ഇപ്പം കറണ്ട് വരുമോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 6:15 ആയപ്പോഴത്തേക്ക് കറണ്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പൾപ്പൊക്കെ ജാറിലിടലും അരക്കലൊക്കെ ചെയ്യുന്നുട്ടോ. അപ്പോൾ മിക്സി റെഡി ആയിട്ടോ. അപ്പോൾ ആ ഒരു ചൂടും കൊണ്ടേ ആയിരുന്നു കേട്ടോ മിക്സി പിന്നെ കറങ്ങാണ്ടിരുന്നത്. ഇപ്പോൾ ചൂടൊക്കെ പോയി തണിഞ്ഞപ്പോൾ ഇതായിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്റ്റാർഡ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ എല്ലാവരും പെട്ടെന്ന് തന്നെ സെറ്റാക്കാൻ പറയുന്നു കേട്ടോ. കാരണം സമയം നല്ലോണം വൈകി. പിന്നെ കുറേ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സീറ്റിൽ അറേഞ്ച് ചെയ്ത് ഇരുത്തും വേണം നമുക്ക്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ജ്യൂസും തരിക്കഞ്ഞും കൂടിയും ഓരോ പാത്രത്തിലായിട്ട് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കുള്ളതൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു നോമ്പ് പറയുന്നത് എനിക്ക് മനസ്സിലായി കേട്ടോ. മക്കൾക്കൊന്നും ശരിക്കും ഓരോ തരിക്കഞ്ഞി ഗ്ലാസ്സിൽ വെക്കാണ്ടിരിക്കില്ല കേട്ടോ നല്ലത്. കാരണം നമ്മൾ തരിക്കഞ്ഞി എല്ലാ മക്കൾക്കും തരിക്കഞ്ഞി വെച്ചു. പക്ഷെ ആരും തരിക്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജ്യൂസ് ആയിരുന്നു എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നത്. മക്കളെ ഗ്ലാസ് ഫുള്ളും ബാക്കിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം വലിയ ആൾക്കാർക്ക് വെച്ചിട്ട് മക്കൾക്ക് വേണമെങ്കിൽ പിന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആ മക്കളെയൊക്കെ നമ്മൾ പായിരിരുത്തിയിട്ടുണ്ട്. പിന്നെ വലിയ ആൾക്കാരും അവിടെ തന്നെയായിരുന്നു കേട്ടോ എത്തിയത്. പിന്നെ നമ്മൾ കുറച്ച് പെണ്ണുങ്ങളും കൂടി പൈൽ ചെയ്യുന്നു കേട്ടോ എന്നിട്ടുണ്ട്. കാരണം 2 ടേബിളിലായിട്ട് ആൾക്കാരെല്ലാവരും കൂടി കൊള്ളൂല് ചെയ്യുന്നു കേട്ടോ. അപ്പം കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ നോമ്പ് തുറക്കുന്നത് 1-2 മിനിറ്റ് മുമ്പ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ ഞാൻ പറഞ്ഞല്ലോ നല്ല മഴ കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 മൈലത്തെ ഉപ്പിയും ആ ഒരു സമയത്ത് തന്നെയായിരുന്നു കേട്ടോ എത്തിയത്. പിന്നെ അത് എല്ലാവരും കൂടി ഇരുന്നു ബാങ്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം നോമ്പ് തുറക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പം റസാക്കാൻ്റെ അടുത്തും കൂടി വരാൻ കേട്ടോ. അവർ പിന്നെ ബാങ്ക് കൊടുത്തതിന് ശേഷം കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരും കൂടിയുള്ള സീറ്റും കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കും. അപ്പം പിന്നെ അവരെ സോഫയമേലെ ഇരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ ഇത് എല്ലാവരും കൂടി ഇന്ന് നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇത് ഓരോരുത്തരായിട്ട് നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ റസാഖാൻ്റെ ഫാമിലി. ഓരൊക്കെ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ സ്റ്റെപ്പും ഇരുന്നിട്ട് ഓരോ കഥകളൊക്കെ പറയാൻ കേട്ടോ ഉമ്മച്ചിനോടും അതുപോലെ തന്നെ സൈക്കാക്കാനും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് എന്താ പറയുക നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡും കാര്യങ്ങളും ഇനി നിസ്കാരമാണ് കേട്ടോ. ഇവിടെ ആണുങ്ങളൊക്കെ കൂടിയിട്ട് പള്ളിയിൽ പോകാത്ത ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുന്നത്. കുറച്ച് ആൾക്കാർ പള്ളിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിനി ഇക്കൊക്കെ കൂടിയിട്ട് എന്താക്കി മന്തി പുറത്തേന്ന് കേട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി മറിക്കുകയാണ് കേട്ടോ. കാരണം മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ സെർവ് ചെയ്യുകയാണ്. കാരണം എല്ലാവർക്കും പോകേണ്ട ആൾക്കാരല്ലേ, കുറച്ച് ദൂരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മയൊക്കെ എത്തണമെങ്കിൽ നല്ലോണം ലേറ്റ് ആവും. പിന്നെ അവരെല്ലാവരും കൂടി ഇരുത്താമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം ആണുങ്ങളൊക്കെ ഇരുത്തു, പിന്നെ മക്കളെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മന്തിയും അതുപോലെ തന്നെ പത്തിരിയും തേങ്ങ അരച്ച ഇറച്ചിക്കറിയും പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ചോറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോറും കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് എല്ലാവരും കൂടി ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ. അപ്പം അസീസ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് വീഡിയോ വരിക എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്നിരുന്നു കേട്ടോ നമ്മളെ നോമ്പ്. അപ്പം ഇൻഷാല്ലാ ഇന്ന് തന്നെ വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സംസാരിച്ചു. പിന്നെ അതാ ഇച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം നോമ്പ് പറഞ്ഞ ആ സമയത്ത് ഇച്ചുവിന് ഭയങ്കര കലിപ്പരിയായിരുന്നു കേട്ടോ. ഫുള്ളും വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് കുറച്ച് പഴംപൊരി കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ അടുത്ത ട്രിപ്പിൽ ഉമ്മച്ചീനെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മച്ചിക്കൊക്കെ പോകാനുള്ളതാണ്. പിന്നെ ഞാനൊക്കെ ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ. ഉമ്മയൊക്കെ പോയിട്ടുണ്ട്. കൈസാത്തി ഉമ്മയും അതുപോലെ തന്നെ അമ്മായിയും അമ്മേൻ്റെ മോളും അവരൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊക്കെ ലാസ്റ്റ് ട്രിപ്പിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറും ഒക്കെ അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുത്തു അവരൊക്കെ റൂമിൽ. അപ്പം മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ കേട്ടോ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മോനൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിലേക്കൊന്നും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളോടും പെട്ടെന്ന് തന്നെ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കുള്ള ഫുഡും നിരത്തി വെക്കുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ തികഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ 16ാമത്തെ നോമ്പായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അൽഹംദുലില്ലാ നമ്മളെ 16ാമത്തെ നോമ്പ് ഇവിടെ ഉഷാറായി കഴിഞ്ഞു. പിന്നെ പെണ്ണുമത്താത്ത നമ്മളൊപ്പം തന്നെയായിരുന്നു കേട്ടോ ഇരുന്നത്. അപ്പം പിന്നെ നമുക്ക് സച്ച് ചെയ്യുന്നു കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മയോണൈസും കെച്ചപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടു തരുന്നത്. അങ്ങനെ ഞാനും റിനുവൊക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 5ാമത്തെ ഉമ്മയും താത്തയൊക്കെ ഒരു ടേബിളിൽ വരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചി മക്കൾക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാക്കേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മ ഡ്രസ്സ് എടുത്തപ്പം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പം ഇതൊക്കെ ഒരു ഗ്രീൻ കളർ ഉടുപ്പും ഇച്ചുവിനൊരു ബ്ലാക്ക് ടീഷർട്ടും ക്രീം പാൻറ്റൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അപ്പം ഇത് തന്നിട്ട് ഉമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് ഉമ്മക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുമല്ലേ. അപ്പം ഇനിയും ലേറ്റ് ആയാൽ അവിടെ എത്താനും ലേറ്റ് ആകും. പിന്നെ നമുക്ക് പൊളിച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉമ്മക്ക് ഫുഡ് ഉണ്ടാക്കും വേണം കേട്ടോ. അങ്ങനെ തന്നെ അവർ ഡ്രസ്സൊക്കെ തന്നു കാണിച്ചു തന്നതിന് ശേഷം പിന്നെ നേരെ പോകാണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇച്ചു കുഞ്ഞാൻ ഏസനെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആൾ ഫുള്ള് ദേഷ്യമൊക്കെ പിടിച്ചിട്ടോ. തോക്കും കൊണ്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മയും പോയി. പിന്നെ നമ്മളിതാ താഴേക്ക് തന്നെ തിരിച്ചെത്തിട്ടോ. അപ്പോൾ എല്ലാവരും ഓരോന്ന് കഥ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം കുറച്ച് നേരം ഞാനും അതിൽ കയറി കഥയൊക്കെ പറഞ്ഞു ഇരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി കേട്ടോ. രാത്രിയായപ്പം റസാക്കി ഫാമിലി ഓരൊക്കെ പോയി. ഒരു 9:30 ആയപ്പോഴത്തേക്ക് അവർ പോയിട്ടോ. പിന്നെ ഇതാ പെണ്ണമത്താത്തി മോനൊക്കെ പോകാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരും പോയി. ഇനിയിപ്പോൾ നമ്മളും ഇറങ്ങാൻ നിൽക്കണ്ടോ. റിപ്പൺതോരും ഉണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തതാ സാജിക്ക് അവിടെ ഉണ്ടായിട്ടില്ല ബാക്കിയുള്ള കുറച്ച് എണ്ണക്കടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക പരിശ്രമത്തിലാണ് കേട്ടോ. അങ്ങനെ തന്നെ അതൊക്കെ ഓരോരുത്തരായിട്ട് ഓരോന്ന് എടുക്കാൻ പറയുന്നു കേട്ടോ. കാരണം നോമ്പല്ലേ, അപ്പം പിറ്റേ ദിവസത്തേക്ക് എന്തായാലും പറ്റൂല, നാശമാക്കി കളയുന്നില്ല. നോമ്പുറക്കുമ്പോൾ അടുത്ത ദിവസം നോമ്പുറക്കുമ്പോൾ അവന് നാശമാവും ചെയ്യും. അങ്ങനെ പിന്നെ അത് ഓരോരുത്തരായിട്ട് കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ തീറ്റിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ബാക്കിയുള്ള മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ കുറച്ച് ആൾക്കാർക്ക് എന്താക്കി മുക്കാൽ ആൾക്കാർക്കും പൊളിച്ചക്കേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനിപ്പം എല്ലാവരും ഇറങ്ങാൻ നിൽക്കട്ടോ. അപ്പോൾ റിപ്പൺതോർ ജസ്റ്റ് നമ്മൾ വീട്ടിലേക്കും കൂടി കൂട്ടുന്നുണ്ട്. പിന്നെ അവർ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.